ഹലോ സ്റ്റുഡൻസ്, നമ്മളൊന്ന് കമ്പനിയുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ഫൈനൽ അക്കൗണ്ട്സിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഫോം ഓഫ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ട്രഡീഷണൽ ഫോം മാറി പുതിയ ഫോർമാറ്റിലാണ് അത് വരുന്നത്. അപ്പോൾ പാർട്ടിക്കുലർസ് കോളം, നോട്ട് നമ്പർ കോളം, കറണ്ട് ഇയർ കോളം, പ്രീവിയസ് ഇയർ, ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും ഫോർമാറ്റ് വരുന്നത്. പക്ഷേ അതിൽ വരുന്ന ഐറ്റംസിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, ആദ്യം ലയബിലിറ്റീസ് ആണ് നമ്മൾ വരുന്നത്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ് പുതിയ ഒരു ഹെഡിങ് നമുക്ക്. അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ നമുക്ക് അതിന് താഴെ നമ്മൾ രണ്ട് ഹെഡുകളാക്കി തിരിച്ച് ഇക്വിറ്റി പിന്നെ ലയബിലിറ്റീസ്. അപ്പോൾ ഇക്വിറ്റിയുടെ താഴെ ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റിയും. ഈ ഷെയർ ക്യാപിറ്റലിന് താഴെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നോട്ട് എഴുതി നമ്മൾ അതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ആദ്യത്തെ E1 നമ്മൾ ലയബിലിറ്റിയിൽ നമ്മൾ എഴുതുന്നു. ദെൻ അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണെങ്കിലും വരാം. മറ്റ് ഇക്വിറ്റി ആയിട്ട് വരുന്ന റിസർവ്സ് ആൻഡ് സർപ്ലസ്, അതായത് റീറ്റെയിൻ ഏർണിങ്സ് അങ്ങനെ പറയാറില്ലേ നമ്മൾ. റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്രോഫിറ്റും റിസർവുകളും, ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവുകൾ, പിന്നെ സർപ്ലസ്, ഇത് എല്ലാവരും കൂടി കൂട്ടിയെടുക്കുന്ന ഒരു ഹെഡാണ് അതർ ഇക്വിറ്റി. അതിന് എന്തായാലും നമ്മൾ വർക്കിനോട്ട് വരയ്ക്കേണ്ടി വരും. അതായത് നമ്മളൊരു അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്ന, അതായത് പഴയ ഫോർമാറ്റ് അനുസരിച്ച് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മളൊരു അക്കൗണ്ട് വരയ്ക്കാറുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിൻ്റെ ഇഫക്റ്റാണ് നമ്മൾ ഈ പറഞ്ഞ അതർ ഇക്വിറ്റിയിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ചെയ്യുന്നത്. അതുകൂടാതെ മറ്റ് റിസർവുകളും ഇതിൽ എഴുതുന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞത്. അതിനുശേഷം ലയബിലിറ്റീസ്. അപ്പോൾ ഒന്നാമത്തെ ഹെഡ് ഇക്വിറ്റി, രണ്ടാമത്തെ ഹെഡ് ലയബിലിറ്റീസ്. ലയബിലിറ്റി സൈഡിലെ ആ ഐറ്റത്തെ നമ്മൾ രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഇക്വിറ്റിന്നും ലയബിലിറ്റീസ് ആണ്. ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റലും അതർ ഇക്വിറ്റിയും. ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഇതുള്ളൂ. അതിന് വർക്കിംഗ് നോട്ട് തയ്യാറാക്കി അതിൻ്റെ ടോട്ടൽ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. ഓതറൈസർ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിക്കണം. അതർ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ അതിൽ റിസർവ്സും സർപ്ലസ് ആണ് വരിക. റിസർവുകളും പ്രോഫിറ്റും ആണ് അതിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ അടുത്തത് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റീസിൽ കുറച്ച് ഐറ്റംസ് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യം പ്രോബ്ലത്തിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വരാൻ സാധ്യതയുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അത് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്നത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് ലോങ് ടൈം ലയബിലിറ്റീസ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിബഞ്ചേഴ്സ്, അതുപോലെ ബാങ്ക് ലോൺ, അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബോറോയിങ്സിലാണ് നമ്മൾ ആ എമൗണ്ടുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഏതൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? മറ്റ് ഡിബഞ്ചേഴ്സും ബാങ്ക് ലോണൊക്കെ എഴുതാം. പിന്നെ അതർ നോൺ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ആണ് നമുക്ക് അടുത്തത്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വർഷത്തിനുള്ളിൽ 12 മാസത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ഷോർട്ട് ടൈം ആയിട്ടുള്ള ലയബിലിറ്റീസ് ആണ് നമുക്ക് അവിടെ വേണ്ടി വരിക. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ്, ഇത് നോൺ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ആദ്യം നോൺ കറണ്ട് ലയബിലിറ്റീസ് എഴുതി, പിന്നെ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസിൽ ബോറോയിങ്സ് ഉണ്ട്, അതായത് ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് ടൈം ബോറോയിങ്സ് ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ നമ്മൾ ട്രേഡ് പേയബിൾ, അതായത് ക്രെഡിറ്റേഴ്സ്, ബിൽസ്, ട്രേഡ് പേയബിൾ വരും. ട്രേഡ് പേയബിൾ വരുമ്പോൾ ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് അങ്ങനെയുള്ളത്. അതർ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, അതർ കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, പിന്നെ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് നമുക്കറിയാം. അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസ് ഒക്കെ കറണ്ട് ലയബിലിറ്റീസിൽ എഴുതാം. അതിൽ ബോറോയിങ്സ്, ട്രേഡ് പേയബിളും അതർ കറണ്ട് ലയബിലിറ്റീസും പ്രൊവിഷൻസ് ആണ് കൂടുതൽ വരിക. ബോറോയിങ്സ് അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും നമുക്ക് പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ എന്ന് വരുമ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ടോട്ടൽ എടുക്കുക, ഇക്വിറ്റിയുടെയും ലയബിലിറ്റിയുടെയും ടോട്ടൽ എടുക്കുക. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡ്, ഇതാണ് നമ്മുടെ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ വരിക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം അതിൽ ഫോം ചെയ്യുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഏതൊക്കെ ചേർന്ന ഇക്വിറ്റിയുടെയും ലയബിലിറ്റിയുടെയും ടോട്ടലാണ് നമുക്ക് അതിൽ വേണ്ടി വരാം. ഓക്കെ, പിന്നെ നമുക്ക് അതിന് താഴെ നമുക്ക് എന്തെഴുതാം? അതിന് താഴെ നമുക്ക് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ്സ് വരുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് വരുന്നുണ്ട്, അത് നമ്മൾ നോക്കണം. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഫിക്സഡ് അസറ്റ് എന്നല്ല പറയണേ, നോൺ കറണ്ട് അസറ്റ്സ് എന്നാണ് നമ്മൾ പറയുക. ആ നോൺ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇതിൽ എഴുതേണ്ടത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഇപ്പോൾ നോൺ കറണ്ട് അസറ്റ് നമ്മൾ ഇതിൻ്റെ ഇതൊന്ന് കളർ മാറ്റി കൊടുക്കുകയാണെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സ് അത് നമ്മൾ എഴുതി. പിന്നെ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതൊക്കെയാണ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഫർണിച്ചർ അതൊക്കെയാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഐറ്റമാണ് വരുന്നത്. ഗുഡ് വില്ല്, അതായത് ഗുഡ് വില്ല് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഗുഡ് വില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് റെപ്യൂട്ടേഷനാണത്. പിന്നെ അതർ ഇൻടാഞ്ചിബിൾസ്, പേറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഗുഡ് വില്ല് അല്ലാത്ത ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ നമ്മൾ അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യും.
പിന്നെ ബയോളജിക്കൽ അസറ്റ്സ് നമ്മൾ പറയാം ഈ ലൈഫ് സ്റ്റോക്ക്, പ്ലാന്റ്സ്, അതങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഓക്കെ, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇതാണ് നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യേണ്ടി വരുന്ന ഐറ്റംസ്. അപ്പോൾ ഇത്തരം ഐറ്റംസ് നമ്മൾ ഇതിൽ എഴുതിയിട്ട് അതാണ് നമ്മൾ ടോട്ടലിന് വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ദെൻ കറണ്ട് അസറ്റ്സിൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സാണ് നമ്മൾ കറണ്ട് അസറ്റ്സിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റ്സ്. ഓക്കെ, അപ്പോൾ അത്തരം അസറ്റ്സ് നമുക്ക് കറണ്ട് അസറ്റ്സിൽ. അപ്പോൾ ഇൻവെൻറ്ററീസ്, പിന്നെ ട്രേഡ് റിസീവബിൾ, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്, ദെൻ ബാങ്ക് ബാലൻസ്, അതർ കറണ്ട് അസറ്റ്സ്, മറ്റ് കറണ്ട് അസറ്റ്സ്, അതായത് നമുക്കറിയാം പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് കിട്ടാനുള്ള ഇൻകംസ് ഒക്കെ ഉണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്ത്, അപ്പോൾ ടോട്ടൽ അസറ്റ്സ്. അപ്പോൾ ഈ പറഞ്ഞ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് അസറ്റ്സിൻ്റെയും ടോട്ടൽ, അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇതും ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഈക്വൽ ആയിരിക്കും എന്നാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ടാലി ആകുമ്പോൾ നമ്മൾ പറയാറില്ലേ, അങ്ങനെയല്ലേ പറയാം. ഇതാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള വർക്കിംഗ് നോട്ടുകളൊക്കെ നമ്മൾ തയ്യാറാക്കാം. ആവശ്യമുള്ള വർക്കിംഗ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് ആവശ്യമുള്ള വർക്കിംഗ് നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, അപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഈക്വലൻസ്, പിന്നെ നമുക്കതിൽ ബാങ്ക് ബാലൻസ് വരുന്നുണ്ട്, പിന്നെ അതർ കറൻസി. അപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ടോട്ടൽ നമുക്ക് അതിൽ നിന്ന് ചോദ്യത്തിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വർക്കിംഗ് നോട്ട് തയ്യാറാക്കാം. ഒരെണ്ണയൊക്കെ ഉള്ളെങ്കിൽ നേരിട്ട് അതിലേക്ക് എഴുതി നമുക്ക് നമ്മുടെ ടൈം നമുക്ക് ലാഭിക്കാം. ഇതാണ് ടോട്ടൽ അസറ്റ്സ് കേട്ടോ. അപ്പോൾ വർക്കിംഗ് നോട്ട് നിർബന്ധമാണ്. വർക്കിംഗ് നോട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. അത് നമുക്ക് ചോദ്യത്തിൽ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് വരയ്ക്കാം. അല്ലാതെ ഓരോന്നിനും ഇന്നതൊക്കെ വരും എന്ന് നമുക്ക് പറയാം. ഈ അതർ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതർ ഇക്വിറ്റി എന്നുള്ളതിന് ഒരു വർക്കിംഗ് നോട്ട് നമുക്ക് ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവ്, പിന്നെ സർപ്ലസ് എഴുതുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും ഈ വർഷത്തെ പ്രോഫിറ്റും, എന്നിട്ട് അതിന് ഡിവിഡൻഡ് കുറയ്ക്കുക, ഡിവിഡൻഡ് പെയ്ഡ് കുറയ്ക്കുക, പ്രപ്പോസലിലുള്ള ഡിവിഡൻഡ് കുറയ്ക്കുക, CDT ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രപ്പോസലിൻ്റെ കുറയ്ക്കാം, അത് ഞാൻ പറയും. ഇന്ത്യൻ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം. പിന്നെ റിസർവുകളിലേക്കുള്ള ട്രാൻസ്ഫർ ഇവിടെ തന്നെയാണ് നമ്മൾ രണ്ട് പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്ന ഇതാണ്. പിന്നെ നമുക്ക് ഏതെങ്കിലും പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ആണെങ്കിൽ അതും തന്നെ പോർഷൻസ് അങ്ങനെ നമുക്ക് എഴുതാറുണ്ട്. പക്ഷേ അങ്ങനെ കൃത്യമായിട്ട് ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ മാത്രം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ എഴുതാമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ബൈ ഹാർട്ട് ആക്കാൻ നോക്കുക, എന്നിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു.